ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 6-ലെ ജീവന്റെ കുഞ്ഞറകൾ എന്ന ചാപ്റ്ററാണ്. അതായത് ബയോളജിയിൽ കോശങ്ങളുടെ ഘടന എന്ന ഭാഗത്ത് വരുന്ന ലെസണുകളാണിത്. അപ്പോൾ അന്ന് നമ്മൾ ഓൾഡ് SCERT പോർഷൻസ് ആണ് കവർ ചെയ്തിരുന്നത്. നമ്മൾ ബയോളജി സീരീസ് തുടങ്ങിയ സമയത്ത് ഈ ന്യൂ SCERTയുടെ സെക്കൻഡ് പാർട്ട് ബുക്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഇൻക്ലൂഡഡ് ആവുന്ന കോശങ്ങളുടെ ഘടന എന്ന ഭാഗത്ത് 2 ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നത്. ഓൾഡ് SCERTയിലെ 6th സ്റ്റാൻഡേർഡിലെ ജീവന്റെ ചെപ്പുകൾ എന്ന ചാപ്റ്ററും അതുപോലെ തന്നെ ഓൾഡ് SCERTയിലെ 8th സ്റ്റാൻഡേർഡിലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം എന്ന ചാപ്റ്ററും. അത് കൂടാതെ ന്യൂ SCERT ബുക്സ് വന്നപ്പോൾ അതില് 6th സ്റ്റാൻഡേർഡ്, ഇത് 6th സ്റ്റാൻഡേർഡിലെ ലെസൺ ആണ് കേട്ടോ. ന്യൂ SCERT 6th സ്റ്റാൻഡേർഡിലെ 6th ലെസൺ ജീവന്റെ കുഞ്ഞറകൾ. ഈ ഒരു ചാപ്റ്ററും നമുക്ക് ഈ പറഞ്ഞ കോശങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇത് കൂടാതെ ന്യൂ SCERTയിൽ 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ കൂടിയുണ്ട്, ജീവൽ പ്രക്രിയകളിലേക്ക്. അത് നമ്മൾ വഴിയെ പഠിക്കും. അപ്പൊ ഇന്ന് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ഒരു റിവിഷൻ കൂടി ആയിക്കോളും കേട്ടോ. അപ്പോൾ ജീവന്റെ കുഞ്ഞറകൾ അല്ലെങ്കിൽ ടൈനി ചേംബേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ചാപ്റ്റർ നമ്മളുടെ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കി പോവാം. നമുക്കറിയാം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അടിസ്ഥാന ഘടകങ്ങൾ, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് എന്ത്? കോശങ്ങൾ. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ്. അപ്പോ നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും, മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് അല്ലേ? ചെറുതും വലുതുമായിട്ടുള്ള അനേകം ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അവയുടെ ശരീരത്തിന്റെ വലിപ്പം അനുസരിച്ച് കോശങ്ങളുടെ എണ്ണം കൂടുതലാകും എന്നുള്ളത് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ കോശങ്ങൾ എന്ന് പറയുന്നത് അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. നോക്കിയേ, ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവ നിരീക്ഷിക്കാനായിട്ട് കഴിയില്ല. പിന്നെ എങ്ങനെയാണ് അവ നിരീക്ഷിക്കുന്നത്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് മൈക്രോസ്കോപ്പാണ്. മൈക്രോസ്കോപ്പ്. അപ്പോൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് കോശങ്ങളെ നിരീക്ഷിക്കാനായിട്ട് കഴിയില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പാണ്. ഇനി മൈക്രോസ്കോപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങളൊക്കെയാണ് പറയുന്നത്. ഐ പീസ് കണ്ടോ, ഐ പീസ്, നോബുകള്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ്, ക്ലിപ്പ്, കണ്ടൻസർ, മിറർ, ഇതൊക്കെ എന്താണ്? മൈക്രോസ്കോപ്പിന്റെ വിവിധ ഭാഗങ്ങളാണ്. ഇനി കോശങ്ങളെ നിരീക്ഷിക്കാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഒരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ ബയോളജി ലാബുകളിൽ ഈ കവിളിലെ കോശങ്ങൾ നമ്മൾ നിരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ ഉള്ളിയുടെ ആ ഒരു എന്താണ് തൊലിയൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ? ഓക്കെ, ഇപ്പൊ നമ്മൾ അതൊന്നും അല്ല നോക്കുന്നത്. റോബർട്ട് ഹുക്ക് എന്ത് ചെയ്തു? 1665 റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. ഇന്നത്തെ ഈ ഒരു പരീക്ഷയ്ക്ക്, അതായത് 18 മെയ്യിൽ നടന്ന 10th മെയിൻസ് എക്സാം, അതായത് സെയിൽസ് വുമൺ ആ ഒരു പോസ്റ്റ്, അങ്ങനെ 1-2 പോസ്റ്റിലേക്ക് നടന്നിട്ടുള്ള മെയിൻസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണിത്. റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തിയത് ആരാന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദ്യമായിരുന്നു. റോബർട്ട് ഹുക്ക്. ഓക്കെ, ഓക്ക് മരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കോർക്കിന്റെ ഒരു ചെറിയ ഭാഗം സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചു. അതിൽ ചെറിയ അറകൾ പോലെയുള്ള ധാരാളം ഭാഗങ്ങൾ കണ്ടു. അദ്ദേഹം അതിനെ സെല്ല എന്ന് വിളിച്ചു. സെല്ല എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നുള്ളതാണ്. അപ്പോ ഈ ചെറിയ മുറി എന്നർത്ഥമുള്ള സെല്ല എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെല്ല് എന്ന ഇംഗ്ലീഷ് ടേം വന്നത്. അതാണ് കോശം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. വർഷം ഓർത്ത് വെച്ചേക്കാം, 1665. ഇനി ഒരു തുള്ളി ജലത്തിലെ അത്ഭുത ലോകം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നോക്കാം, ഇവിടെ പാരമീസിയം, യൂഗ്ലീന, അതുപോലെ അമീബ ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവം? പാരമീസിയം, യൂഗ്ലീന, അമീബ എന്നതൊക്കെ ഏകകോശ ജീവികളാണ്. അതുപോലെ ബഹുകോശ ജീവികളുണ്ട്, നമുക്കറിയാം അല്ലെ? ഏകകോശ ജീവികൾ എന്ന് പറയുമ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. അതിന് ഉദാഹരണമായിട്ടാണ് മുകളിലെ പിക്ചറിൽ നമുക്ക് ഈ അമീബയും യൂഗ്ലീനയും പാരമീസിയം ഒക്കെ തന്നിരിക്കുന്നത്. നമുക്കിവിടെ ഫില്ല് ചെയ്യാം. അമീബ,
യൂഗ്ലീന, പാരമീസിയം. ഓക്കെ, അപ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. ഒറ്റ കോശമുള്ളൂ. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് നമുക്ക് അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല. കോശങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്താണ്, ആ ഒരു ആനിമലിന്റെ സൈസും കൂടി വരും. ഒറ്റ കോശം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അവയെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ട്ലി നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അഥവാ ബഹുകോശ ജീവികളെ കുറിച്ചാണ് നോക്കുന്നത്. പിന്നെ യൂഗ്ലീനയുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് യൂഗ്ലീന പ്രത്യേകത? ഹരിതകമുള്ള ജന്തു എന്നറിയപ്പെടുന്നു കേട്ടോ. ഹരിതകമുള്ള ജന്തു, ഹരിതകമുള്ള ജീവി എന്ന് അറിയപ്പെടുന്നു. നോക്കിയേ, യൂഗ്ലീനയുടെ ഇമേജ് നോക്കിയേ, കണ്ട ഒരു പച്ച കളറിലാണ് കാണപ്പെടുന്നത് അല്ലെ, പച്ച കളർ. അതുപോലെ പാരമീസ്യത്തിന്റെ ആണെങ്കിലോ നോക്കിയേ, ഒരു ചെരുപ്പിന്റെ ആകൃതി അല്ലേ പാരമീസ്യത്തിനുള്ളത്. അതിന്റെ ചുറ്റും എന്തുണ്ട്, അതിന് മൂവ്മെന്റിന് വേണ്ടിയിട്ട് സീലിയ ഉണ്ട്, സീലിയ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാ. ഇനി ബഹുകോശ ജീവികളെ കുറിച്ച് നോക്കാം. ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹുകോശ ജീവികൾ. ധാരാളം കോശങ്ങളുള്ള ബഹുകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ബഹുകോശ ജീവികളിൽ നടക്കുന്നത്? അവർ ചലിക്കുന്നുണ്ട്, പോഷണം ചെയ്യുന്നുണ്ട്, ശ്വസനം ചെയ്യുന്നുണ്ട്, വിസർജനം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവരിൽ നടക്കുന്നുണ്ട്. ഇനി ഒരു കോശം ഏറെ വിശേഷം എന്ന് പറഞ്ഞിട്ട് ഏകകോശ ജീവികളെയും ബഹുകോശ ജീവികളെയും തമ്മിൽ താരതമ്യം ചെയ്യാനായിട്ട് തന്നിരിക്കുകയാണ്. നോക്കാം. അപ്പോ ഏകകോശ ജീവി എന്ന് പറയുമ്പോൾ ഒരു കോശം മാത്രം ഉള്ളതാണ് അല്ലെ. ബഹുകോശ ജീവിയാണെങ്കിലോ ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോ ഈ എല്ലാ ഏകകോശ ജീവിയെ സംബന്ധിച്ച് എല്ലാ കോശ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ ഒരു ഒറ്റ സെല്ലിലായിരിക്കും അല്ലെ. ഇവിടെ അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാവുന്ന ഇതാണ്, എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ ഒരു ഒറ്റ കോശത്തിലാണ്. ഇനി അടുത്തത് അലൈംഗിക പ്രത്യുൽപാദന രീതിയാണ് ഏകകോശ ജീവികളുടേത്. അപ്പൊ നോക്കിയേ, ഏകകോശ ജീവികൾക്ക് ഉദാഹരണമായി നമ്മൾ പഠിച്ചതാണ് പാരമീസിയം, അമീബ, യൂഗ്ലീന എന്നിവയൊക്കെ. ഇവയിലെല്ലാം അലൈംഗിക പ്രത്യുൽപാദന രീതിയാണ് നടക്കുന്നത്. ഇനി അങ്ങനെയാണ് ഈ ബഹുകോശ ജീവികളുടെ കേസിലേക്ക് വരുമ്പോൾ ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഈ ബഹുകോശ ജീവികളുടെ കേസിൽ അവയവ വ്യവസ്ഥകളുണ്ട് അല്ലെ, അവയവ വ്യവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ ലൈംഗിക പ്രത്യുൽപാദനവും നടക്കുന്നുണ്ട് അവരിൽ. ചിലതിലൊക്കെ അലൈംഗിക പ്രത്യുൽപാദനവുമാണ് നടക്കുന്നത്. നോക്കി, ഒരുപാട് കോശങ്ങൾ ചേർന്ന് എന്തുണ്ടായിട്ടുണ്ട്, കലകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കലകളെല്ലാം കൂടിച്ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവയവങ്ങൾ കൂടിച്ചേർന്ന് അവയവ വ്യവസ്ഥകളും ബഹുകോശ ജീവികളിലുണ്ട്. അപ്പോ ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഈ ഏകകോശ ജീവികളെ പോലെ അല്ല, അവരെ സംബന്ധിച്ച് എന്തുണ്ട്, അവയവ വ്യവസ്ഥകളുണ്ട്. ഓക്കെ, ഇനി കോശത്തിനുള്ളിലേക്ക് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, നോക്കാം. നമ്മളിപ്പോ ഏകകോശ ജീവി, ബഹുകോശ ജീവി എന്ന രീതിയിലാണ് പഠിച്ചത്. ഇനി ഒരു കോശം ഇങ്ങെടുത്താൽ, ഇപ്പൊ ഒരു കോശം ഇതാണെങ്കിൽ ഈ കോശം ഇങ്ങെടുത്താൽ ഈ കോശത്തിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഈ കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, ഗോൾജി കോംപ്ലക്സ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ കോശത്തിനുള്ളിലുള്ള എല്ലാ അംഗങ്ങളെയും കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം, കോശാംഗങ്ങൾ എന്ന് പറയാം. ഓക്കെ, കോശാംഗങ്ങൾ. ഓക്കെ, കോശം ഒരു ക്ലാസ് മുറി പോലെയാണ് എന്ന് കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. നോക്കാം. അപ്പോ ഏകകോശ ജീവികളിലെ കോശങ്ങളും അതുപോലെ ബഹുകോശ ജീവിയിലെ കോശങ്ങളും കാണിച്ചിട്ടുണ്ട്. ഇതേ നമുക്കിവിടെ ഒരു കോശം തന്നിട്ടുണ്ട്, ഒരു ജന്തു കോശമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കോശത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ജന്തുകോശത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ജന്തുകോശത്തിൽ ആദ്യം നോക്കിയേ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്, മൈറ്റോകോൺട്രിയോൺ ഉണ്ട്, റൈബോസോം, ന്യൂക്ലിയസ്, ഫേനം, കോശസ്തരം, കോശദ്രവ്യം എന്നിവയൊക്കെ എവിടെയുണ്ട്, ജന്തുകോശത്തിൽ ഉണ്ട്. ഇവിടെ നോക്കിയേ, ഈ ഫേനം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക, അതിന്റെ സൈസ് ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ന്യൂക്ലിയസ് ഉണ്ട്, റൈബോസോം ഉണ്ട്, മൈറ്റോകോൺട്രിയോൺ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്, കോശദ്രവ്യം ഉണ്ട്, കോശസ്തരമുണ്ട്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ആ കവറിങ്, അതാണ് കോശസ്തരം. ഇനി ഈ കോശത്തിന്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളുമാണ് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഓൾഡ് SCERT പഠിച്ചവർക്ക് അറിയാം, അവിടെ നമുക്ക് ഓരോ പിക്ചർ ആയിട്ട് തന്നിട്ട് താഴെ ഇങ്ങനെ തന്നിരിക്കുകയാണ് അല്ലെ. പക്ഷെ ഈ ന്യൂ SCERT വരുമ്പോൾ എന്താണ്, അത് നമുക്ക് ടേബിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ കോശസ്തരം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് കവറിങ് ആണെന്ന്, അതായത് കോശത്തിനെ ആവരണം ചെയ്യുന്ന ധർമ്മമാണ് കോശസ്തരത്തിനുള്ളത്.
ഇനി കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് നോക്കിയേ, ഇതൊരു കോശമാണെന്ന് നോക്കിയേ, ഇതൊരു കോശമാണെന്ന് വെക്കാം. അപ്പൊ ഇതിനുള്ളില് ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ, ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇതിന് ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും ഇവിടെ ഉണ്ട്. പിന്നെ മൈറ്റോകോൺട്രിയോൺ ഉണ്ട്, ഗോൾജി കോംപ്ലക്സ് ഉണ്ട്, ഫേനം ഉണ്ട്, റൈബോസോം ഉണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി ഈ കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, കോശദ്രവ്യമാണ് ഈ നോക്കാനായിട്ട് പോകുന്നത്. കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ അത് നോക്കി, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ന്യൂക്ലിയസ് വരച്ചില്ലേ, ഈ ന്യൂക്ലിയസിനെ ഇങ്ങ് പുറത്തോട്ട് എടുക്കാന്ന് വെച്ചോ. ന്യൂക്ലിയസ് അവിടെ ഇല്ല എന്ന് സങ്കല്പിക്കുക. ന്യൂക്ലിയസ് അവിടെ ഇല്ലാതെ ബാക്കിയുള്ള എല്ലാ സംഭവം കൂടി ചേർത്തിട്ട് എന്ത് പറയും? കോശദ്രവ്യം എന്ന് പറയും. ഓക്കെ, കോശദ്രവ്യം എന്ന് പറയും. നോക്കിയോ, ഞാൻ ഈ നമ്മുടെ ന്യൂക്ലിയസിനെ ഒന്ന് റബ്ബ് ചെയ്ത് കളഞ്ഞു, നോക്കാം. അപ്പൊ ഇതാണ് കോശദ്രവ്യം. ഓക്കെ, കോശദ്രവ്യം. ഇനി ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ അതിൻ്റെ ഉള്ളിലേക്ക് വരയ്ക്കുകയാണ്. ന്യൂക്ലിയസ് വരച്ചു. അപ്പോൾ ഈ കോശത്തിലെ പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഒരു ന്യൂക്ലിയസ് ആണ്. മനസ്സിലായോ? ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ, ന്യൂക്ലിയസ് ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെയാണ് എന്ന് പറയുന്നത്, കോശത്തിനകത്ത് കാണുന്ന ഭാഗങ്ങളെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫേനം എന്ന് പറയുമ്പോൾ ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയൊക്കെ സംഭരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഫേനം. ജന്തുകോശങ്ങളിൽ ഈ ഫേനത്തിന്റെ സൈസ് കുറവാണ് കേട്ടോ. സസ്യകോശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ ഡിഫറൻസ് പഠിക്കാം. സസ്യകോശങ്ങളിൽ ഫേനം കുറച്ച് വലുതായിരിക്കും, ജന്തുകോശങ്ങളിൽ ഫേനം കുറച്ച് ചെറുതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഫേനത്തിന്റെ സൈസ് ജന്തുകോശങ്ങളിൽ ചെറുതാണ്. ഇനി റൈബോസോം ആണ് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശത്തിനുള്ളിലെ സഞ്ചാര പാതയായി വർത്തിക്കുന്നത് ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഇനി അടുത്തത് മൈറ്റോകോൺട്രിയോൺ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ്. ആ കോശത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയോൺ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആയല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ജന്തുകോശത്തിന്റെ കാര്യമാണ്. ഒന്നുകൂടി നമുക്ക് ആ പാർട്സ് ഒക്കെ ഒന്ന് നോക്കാം. നോക്കിയേ, കോശസ്തരം. ഇനി പിക്ചർ വെച്ച് നോക്കാം. കോശസ്തരം എന്ന് പറയുമ്പോൾ എന്താന്ന് മനസ്സിലായി ഉണ്ടോ? ഈ കോശത്തിന്റെ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ് കോശ സ്തരം എന്ന് പറയുന്നത്, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഫേനം എന്ന് പറയുമ്പോൾ ഇതാണ്, സൈസ് കുറവാണ്. ജന്തുകോശങ്ങളിലെ ഫേനത്തിന് സൈസ് കുറവാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ജലവും അതുപോലെ ലവണങ്ങള്, വിസർജ്യ വസ്തുക്കൾ എന്നിവയൊക്കെ സംഭരിക്കുകയാണ്. ഈ കോശത്തിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭരിക്കുന്നത്? ഈ കോശത്തിനുള്ളിൽ നിന്നും ജലം, അതുപോലെ ലവണങ്ങള്, വിസർജ്യ വസ്തുക്കൾ എന്നിവയൊക്കെ സംഭരിക്കുന്നതാണ് ഫേനം. ഇനി കോശദ്രവ്യം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? കോശദ്രവ്യം സൈറ്റോപ്ലാസം ആണ് കോശദ്രവ്യം. ഈ കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഇല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ന്യൂക്ലിയസ് ഒഴികെ കോശത്തിനുള്ളിലെ ബാക്കി എല്ലാ ഭാഗങ്ങളെയും കൂടി നിലനിർത്തുന്നത് ആരാണ്? കോശദ്രവ്യമാണ്. അപ്പൊ അതിനെ ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗം എല്ലാം കൂടി ചേർത്ത് സെൽ ഓർഗനൽസിനെയും അതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡിനെയും എല്ലാം കൂടി ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്? കോശദ്രവ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുമ്പം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് മൈറ്റോകോൺട്രിയോൺ എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? ഊർജമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അടുത്തതാണ് റൈബോസോം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. മൈറ്റോകോൺട്രിയോൺ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ കോശത്തിന്റെ പ്രവർത്തനത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുകയാണ്. അപ്പൊ ഈ കോശത്തിനുള്ള ലീഡർ ആണ് ആര്? ഈ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ ജന്തുകോശം നമ്മൾ ഒന്നുകൂടി നോക്കി. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് സസ്യകോശത്തെ കുറിച്ചാണ്. സസ്യകോശം നോക്കിയേ, സസ്യകോശം എന്ന് പറയുമ്പം ജന്തുകോശം നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ട്? സസ്യകോശത്തിലുണ്ട്. പ്രധാനമായിട്ടും കോശഭിത്തി, അതുപോലെ ക്ലോറോപ്ലാസ്റ്റ്. ഇത് രണ്ടും എവിടെ ഇല്ല? ജന്തു ശരീരത്തിൽ ഇല്ല. പിന്നുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഫേനത്തിന്റെ സൈസ് ഈ ഒരു പ്ലാന്റ് സെല്ലില് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള ഡിഫറൻസ്. ബാക്കിയുള്ളതൊക്കെ കോശസ്തരം കണ്ടോ, റൈബോസോം, മൈറ്റോകോൺട്രിയോൺ, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. സസ്യകോശങ്ങളുടെ കേസിലേക്ക് വരുമ്പോൾ കോശഭിത്തിയും അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റും ആണ് എന്ത് ചെയ്യുന്നത്? ജന്തുകോശങ്ങളിൽ ഇല്ലാത്തതും സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, നോക്കിയേ, ജന്തുകോശങ്ങളിൽ ഇല്ലാത്തതും സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നതുമായിട്ടുള്ളതാണ്
ഒന്ന് ക്ലോറോപ്ലാസ്റ്റ്, രണ്ട് കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോൾ. കോശഭിത്തി. ജന്തു കോശം പഠിച്ചപ്പോൾ നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? കോശസ്തരം, സെൽ മെംബ്രെയിൻ ആണ് പറഞ്ഞത്. സെൽ മെംബ്രെയിനും സെൽ വോളും രണ്ടും രണ്ടാണ്. സസ്യകോശങ്ങളിലാണ് സെൽ വോള് കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ജന്തുകോശത്തിൽ നിന്ന് വ്യത്യസ്തമായി സസ്യകോശങ്ങളിൽ കാണുന്ന ഭാഗങ്ങളും അവയുടെ ധർമ്മവും എന്താണ്? ഇപ്പൊ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. നമുക്കറിയാം ക്ലോറോ എന്ന വേർഡ് ക്ലോറോഫില്ലുമായിട്ട് കണക്ട് ചെയ്യുക. ക്ലോറോഫില്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പ്രകാശ സംശ്ലേഷണവുമായിട്ട് കണക്റ്റഡ് ആവും. ഇനി കോശഭിത്തി എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ആ കോശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ആ രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ നമ്മളോട് ചോദിക്കാം. ക്ലോറോപ്ലാസ്റ്റും അതുപോലെ കോശഭിത്തിയുമാണ് പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്നത്. കോശഭിത്തി എന്ന് പറയുമ്പോൾ കോശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇനി കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട ഒരു കോശാംഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, അല്ലെ? ന്യൂക്ലിയസ് കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗമാണ് ന്യൂക്ലിയസ്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈറ്റോകോൺട്രിയോൺ, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയവ മറ്റ് കോശാംഗങ്ങളാണ്. അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോശാംഗങ്ങളായിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതാണെന്ന് പറഞ്ഞു. കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. കോശദ്രവ്യത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? മറ്റുള്ള കോശാംഗങ്ങളായിട്ടുള്ള ഫേനവും റൈബോസോമും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവും മൈറ്റോകോൺട്രിയോൺ, ക്ലോറോപ്ലാസ്റ്റ് എന്നിവയൊക്കെ മറ്റു കോശാംഗങ്ങളാണ്. ഈ കോശാംഗങ്ങളൊക്കെ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് ഇത്രയും നേരം പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ സസ്യകോശങ്ങളും ജന്തുകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. അപ്പൊ നമ്മളത് ഒന്ന് എഴുതി നോക്കാം കേട്ടോ. പിന്നീട് കോശ മാതൃക നിർമ്മിക്കാൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റ് ഒക്കെയാണ്. ഇനി കോശങ്ങൾ പലതരം. നോക്കിയേ, ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ തരത്തിലുള്ള കോശങ്ങൾ തന്നെയാണോ കാണപ്പെടുന്നത്? ആണോ? അല്ല. നമ്മൾക്ക് അറിയാം, നമ്മുടെ ശരീരത്തിൽ രക്തകോശങ്ങളുണ്ട്, നാഡീകോശങ്ങളുണ്ട്, പേശി കോശങ്ങളുണ്ട്, അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ തരം കോശങ്ങളല്ല കാണപ്പെടുന്നത്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്, അല്ലെ? വൈവിധ്യമായിട്ടുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. എക്സാമ്പിൾ ആയിട്ട് നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, പേശി കോശങ്ങൾ എന്നിങ്ങനെ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട്. അപ്പോ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. അതുപോലെ തന്നെ അവയുടെ എല്ലാം ധർമ്മവും വ്യത്യാസമാണ്. അത് മാത്രമല്ല, ഷേപ്പും വ്യത്യാസമാണ്. ഇവിടെ പേശി കോശം തന്നിട്ടുണ്ട്, നാഡീകോശം തന്നിട്ടുണ്ട്, രക്തകോശം തന്നിട്ടുണ്ട്. ഷേപ്പ് സിമിലർ ആണോ? അല്ല. അതുപോലെ അതിന്റെ ധർമ്മവും ഡിഫറെന്റ് ആണ്. മനസ്സിലായോ? ഇനി കോശങ്ങളുടെ കൂട്ടായ്മ നോക്കിയേ. സമാനമായ ആകൃതിയുള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായിട്ടുള്ള കോശങ്ങളുടെ കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? കലകൾ എന്ന് പറയുന്നത്. കലകൾ. സമാനമായിട്ടുള്ള ആകൃതിയുള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. കലകൾ എന്നത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ടോപ്പിക് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ആ ടോപ്പിക്കിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം കൂടി നമുക്ക് ഇന്ന് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, കലകൾ പലതരം. അപ്പൊ കലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ടിഷ്യൂ എന്നുള്ളതാണ് ഇംഗ്ലീഷ് വേർഡ് കേട്ടോ. കലകളുടെ ഇംഗ്ലീഷ് വേർഡ് ടിഷ്യൂ എന്നാണ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുക? ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോ ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായിട്ടുള്ള കോശത്തിന്റെ കൂട്ടങ്ങളാണ് കലകൾ. ഇനി കലകൾ പലതരത്തിലുണ്ട്. ജന്തുക്കളിൽ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണ് ത്വക്ക്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവയാണ് ആവരണ കലകൾ. ശരീരത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ടിഷ്യൂസ്, ഗ്രൂപ്പ് ഓഫ് സെൽസ്, അതിനാണ് എന്ത് പറയുക? ആവരണ കലകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, നാഡീകോശങ്ങൾ ചേർന്ന് നാഡീകലകൾ ഉണ്ടാകുന്നു. പേശി കോശങ്ങൾ ചേർന്ന് പേശി കലകൾ ഉണ്ടാകുന്നു. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ പലതരം കലകൾ ഉണ്ട്. ഓക്കെ, ഇനി സസ്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? വിവിധ കലകൾ കാണപ്പെടുന്നുണ്ട്. ഇനി നോക്കിയേ, നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? സെല്ല് ചേർന്നിട്ടാണ് ടിഷ്യൂ ഉണ്ടായത് അല്ലെങ്കിൽ കലകൾ ഉണ്ടായതെന്ന് പറഞ്ഞു. സെല്ലുകൾ ചേർന്നിട്ടാണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് ഉണ്ടായതെന്ന് പറഞ്ഞു. ഇനി ഈ ടിഷ്യൂസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവാനായിട്ട് പോകുന്നത്? ഓർഗൻസ് ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഓർഗൻസ് എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ. അങ്ങനെ അവയവങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ കോശങ്ങൾ കൂടി ചേർന്ന് കലകൾ, കലകൾ കൂടി ചേർന്ന് അവയവങ്ങൾ, അവയവങ്ങൾ കൂടി ചേർന്ന് അവയവ വ്യവസ്ഥ ആണ്
ഇപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഒരു മനുഷ്യ ശരീരം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഈ അവയവ വ്യവസ്ഥ, പല അവയവ വ്യവസ്ഥകൾ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു ജീവി ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ അതുകൂടി ഓർത്ത് വെക്കുക. ഇനി ഇവിടെ നോക്കിയേ, ശ്വാസനാളം, ശ്വാസകോശം. അപ്പൊ ഇതെന്താ കാണിച്ചിരിക്കുന്നത്? ശ്വസന വ്യവസ്ഥ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ പലതരത്തിലുള്ള രക്തപര്യന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, ഇങ്ങനെ വ്യത്യസ്ത അവയവങ്ങൾ ഏകോപനത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് അവയവ വ്യവസ്ഥകളായി മാറുകയാണ് ചെയ്യുന്നത്. വ്യത്യസ്ത അവയവങ്ങൾ ഏകോപനത്തോടു കൂടി പ്രവർത്തിച്ച് അവയവ വ്യവസ്ഥകളായി മാറുകയാണ് ചെയ്യുന്നത്. ശ്വാസകോശം ഒരു അവയവമാണ്. അതുപോലെ നാസാരന്ധ്രങ്ങളും ശ്വാസനാളവും അവയവമാണ്. ഇവയെല്ലാം കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ശ്വസന വ്യവസ്ഥ ഉണ്ടാവുന്നത്. ഇനി രക്തപര്യന വ്യവസ്ഥ മറ്റൊരു അവയവ വ്യവസ്ഥയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ ചേർന്നാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? സെല്ല് ചേർന്നിട്ട് ടിഷ്യൂ അല്ലെങ്കിൽ കലകൾ ഉണ്ടാകുന്നു. കോശം ചേർന്ന് കലയുണ്ടാവുന്നു. കലകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു അവയവം ഉണ്ടാകുന്നത്. അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു. അവയവ വ്യവസ്ഥകൾ ചേർന്നിട്ട് ജീവികൾ ഉണ്ടാകുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, കലകൾ ചേർന്ന് അവയവങ്ങൾ, വ്യത്യസ്ത അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥകൾ ചേർന്ന് ജീവിയും ഉണ്ടാകുന്നു. ഇതാണ് നമ്മൾ മുകളിൽ എഴുതിയത്. ഓക്കെ. അപ്പോൾ ചെറിയ കോശങ്ങളിൽ നിന്ന് ജീവിതയാത്ര തുടങ്ങിയ ഞാനാണല്ലേ ഇത്രയും വലുതായിരിക്കുന്നത് എന്നൊരു കുട്ടി ചിന്തിക്കുകയാണ്. നോക്കിയേ, ജീവലോകം വളരെയധികം വൈവിധ്യം നിറഞ്ഞതാണ്. ഈ വൈവിധ്യം ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ തന്നെ ആരംഭിക്കുന്നു. ഏകകോശ ജീവി മുതൽ ബഹുകോശ ജീവി വരെ എത്ര തരം ജീവികളാണുള്ളത്. ഇവയെല്ലാം തമ്മിൽ സാദൃശ്യവും വ്യത്യാസവും നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ. ഓക്കെ. അപ്പൊ അത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ കോശങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നത് ശരിയല്ലാത്തത് ഏത്? അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ബോക്സിൽ പറയുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, കോശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ കോശങ്ങളിലും കോശഭിത്തി ഉണ്ട്. എല്ലാ കോശങ്ങളിലും കോശഭിത്തി ഉണ്ടോ? എല്ലാ കോശങ്ങളിലും കോശസ്തരമുണ്ട്. ശരിയാണോ? എല്ലാ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ശരിയാണോ? എല്ലാ കോശങ്ങളിലും കോശദ്രവ്യമുണ്ട്. ഇതില് ശരിയല്ലാത്തത് ഏതെല്ലാം? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഇതുപോലെ തന്നെ എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണെന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക. ഇനി ഈ ഒരു കോശങ്ങളും കോശങ്ങളുടെ ഘടനയുമായി റിലേറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് 9th സ്റ്റാൻഡേർഡിലെ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ആ ഒരു ചാപ്റ്റർ ആയിട്ട് തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.